ഡബ്ല്യുഡബ്ല്യുഇയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും സമോവൻസ് ആണ്. അതായത് റോമൻ റെയിൻസും അദ്ദേഹത്തിന്റെ അതുപോലെയുള്ള ഒരുപാട് താരങ്ങളും വന്നിട്ട് മത്സരിക്കുക, അവരുടെ കുടുംബത്തിന്റെ കഥകൾ പറയുക, ഇത് തന്നെയാണ് ഡബ്ല്യുഡബ്ല്യുഇയിൽ നടക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മുതലുണ്ടായിരുന്നു, മറ്റാരുമല്ല ഉമാഗ. ഇപ്പോൾ വരുന്ന ജേക്കബ് ഫാറ്റു ആയിക്കോട്ടെ, സോളോ സിക്കോവ ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഉമാഗയുടെ അതേ രീതിയിലാണ് മത്സരിക്കാൻ വേണ്ടി നോക്കുന്നത്. ഈ ഒരു ഉമാഗ അൺഡിഫീറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരിക്കലും തോറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ അതേ സമയത്ത് തന്നെ ഒരിക്കലും തോൽക്കാതെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വേൾഡ് ചാമ്പ്യൻ തന്നെയായിരുന്നു ജോൺ സീന എന്ന് പറയുന്നത്. ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, അത്രത്തോളം പവറുള്ള ഒരു താരം തന്നെയായിരുന്നു ജോൺ സീന. അപ്പോൾ ജോൺ സീനയും ഉമാഗയും തമ്മിൽ 2006 മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഒരു മത്സരത്തെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. ഇവർ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ കഥയെക്കുറിച്ച് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2006 സർവൈവർ സീരീസ് കഴിഞ്ഞു. അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അർമാൻഡോയും കൂടി വന്നു. ഉമാഗ ശരിക്കും ഒരു വൈൽഡ് സമോവനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് അധികം സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയാണ് എന്നുള്ള രീതിയിലായിരുന്നു അവിടെ സ്റ്റോറി ഉണ്ടായിരുന്നത്. അങ്ങനെ അർമാൻഡോ ആയിരുന്നു ഉമാഗയ്ക്ക് വേണ്ടി സംസാരിച്ചതും. ഉമാഗ വന്നുകൊണ്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡബ്ല്യുഡബ്ല്യുഇ ചാമ്പ്യനായിട്ടുള്ള ജോൺ സീനയ്ക്കെതിരെയായിരുന്നു. താൻ അൺഡിഫീറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ജോൺ സീനയ്ക്കെതിരെ മത്സരിച്ച് കഴിഞ്ഞാൽ തനിക്ക് പുഷ്പം പോലെ വിജയിക്കാൻ കഴിയും, വേൾഡ് ചാമ്പ്യൻഷിപ്പ് തന്റെ തോളത്തിൽ എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു അർമാൻഡോ അവിടെ പറഞ്ഞത്. അപ്പോൾ തന്നെ ജോൺസിന് വന്നു, അദ്ദേഹം ഉമാഗയുടെ ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് അടുത്ത ആഴ്ച നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ജോൺസിനെ വന്നു ഉമാഗയുമായിട്ട് ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ഫ്യൂഡിനോ അല്ലെങ്കിൽ ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മാച്ചിനോ തനിക്ക് താല്പര്യമില്ല, തനിക്ക് ഇപ്പോൾ തന്നെ ഉമാഗയുമായിട്ട് മത്സരിക്കണമെന്ന് സീന പറയുകയുണ്ടായി. അപ്പോൾ തന്നെ അന്നത്തെ വുമൻസ് റെസ്ലേഴ്സിൽ ഒരാളായിട്ടുണ്ടായിരുന്ന മെലീന കടന്നു വരികയുണ്ടായി. മെലീന വന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ട് ജോൺ സീനയുടെ മോന്തക്കിട്ട് ഒരടി കൊടുത്തു. സീനക്ക് വളരെയധികം ദേഷ്യം പിടിച്ചു. സീന ഒരു FU, അതായത് ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെലിനയെ എടുത്ത് പൊക്കി നിന്നു. അപ്പോൾ തന്നെ ആരോ വരുന്നത് സീന കണ്ടതുകൊണ്ട് സീന മെലിനയെ അവിടെ ഇട്ടുകൊണ്ട് ആ ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുകയുണ്ടായി. അത് മറ്റാരുമായിരുന്നില്ല, ക്രിസ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡബ്ല്യുഡബ്ല്യുഇയിലെ പഴയ സൂപ്പർ താരമായിരുന്നു. ക്രിസ് മാസ്റ്റേഴ്സ് ജോൺസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും സീനയുടെ കയ്യിൽ നിന്നും മാസ്റ്റേഴ്സിന് നല്ല അടി കിട്ടി. മാസ്റ്റേഴ്സ് ഇറങ്ങി റിംഗ് സൈഡിലേക്ക് ഓടുകയുണ്ടായി. അപ്പോൾ തന്നെ അന്നത്തെ റോ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ജോനാഥൻ കോച്ച്മാൻ അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ജോൺ സീന മാസ്റ്റർ ലോക്ക് ചലഞ്ച് ചെയ്യണമെന്നുള്ളത് പറയുകയുണ്ടായി. മാസ്റ്റർ ലോക്ക് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന റെസ്ലർ ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. ഈ ഒരു ചലഞ്ചിൽ എതിരാളിയെ ഒരു ചെയറിലിരുത്തി ആ ഒരു എതിരാളിയെ ഒരു മാസ്റ്റർ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലെയുള്ള ഒരു ലോക്ക് ഇടും. ഈ ഒരു ലോക്കിൽ പൊട്ടിച്ചുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ആ ഒരു മത്സരത്തിൽ വിജയിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ക്രിസ് മാസ്റ്റേഴ്സ് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ഇതാണ് ഡബ്ല്യുഡബ്ല്യുഇ അതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു നിയമം. നമ്മുടെ ബോബി ലാഷ്ലിയുടെ മൂവ് എല്ലാം തന്നെ ഇതിൽ നിന്നും ഉണ്ടായി എടുത്തതാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജോനാഥൻ കോച്ച്മാൻ അത് പറഞ്ഞതോടുകൂടി ജോൺസിനക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ കിട്ടാതെയായി. കാരണം മാസ്റ്റർ ലോക്കും ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല, ആരും ക്രിസ് മാസ്റ്റേഴ്സിന്റെ ലോക്കിൽ വിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല, എല്ലാവരും ആ മത്സരത്തിൽ തോറ്റിട്ടേ ഉള്ളൂ. ജോനാഥൻ കോച്ച്മാൻ ആ ഒരു മാച്ചിന് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാസ്റ്റർ ലോക്കിൽ നീ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്രിസ് മാസ്റ്റേഴ്സിന് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട്, അതായത് നിന്റെ കയ്യിലുള്ള ഡബ്ല്യുഡബ്ല്യുഇ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നീ കൊടുക്കണം എന്നുള്ളതായിരുന്നു സീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സീന അത് പുഷ്പം പോലെ പറഞ്ഞു, ഞാനത് അക്സെപ്റ്റ് ചെയ്യാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി എന്റർടൈൻമെന്റ് വേണം എന്നുള്ളത്. അപ്പോൾ തന്നെ ജോനാഥൻ കോച്ച്മാൻ പറഞ്ഞു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിനക്ക് കൂടുതൽ എന്റർടൈൻമെന്റ് ഞാൻ തരാം. ഈ ഒരു മാസ്റ്റർ ലോക്ക് ചലഞ്ച് ഡബ്ല്യുഡബ്ല്യുഇ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടക്കട്ടെ, അതും ഇന്ന് തന്നെ നടക്കട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി ജോൺ സീനയ്ക്ക് കുറച്ച് പേടിയെല്ലാം തന്നെ വരികയുണ്ടായി. എന്നാലും ഇവർ തമ്മിലുള്ള മാച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ജോൺ സീന അത് അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു ചെയർ ഇട്ടു, ജോൺ സീന അവിടെ ഇരുന്നു. ജോൺ സീനയെ മാസ്റ്റർ ലോക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും സീന ക്രിസ് മാസ്റ്റേഴ്സിനെ ഒന്ന് തള്ളി മാറ്റുകയുണ്ടായി. അത് കഴിഞ്ഞ് സീനക്കിട്ട് ലോക്ക് ചെയ്തു. സീനയുടെ ബോധം പോകുന്ന രീതിയിലായിരുന്നു ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സീനയ്ക്ക് ആ ഒരു ലോക്ക് ഒരിക്കലും പൊട്ടിക്കാൻ വേണ്ടി കഴിയുന്നില്ലായിരുന്നു. സീന പക്ഷേ കുഴഞ്ഞ് വീണു എന്ന് തോന്നുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയുണ്ടായി. സീന ക്രിസ് മാസ്റ്റേഴ്സിനെയും കൊണ്ട് ടേൺ ബക്കിളിന്റെ മുകളിലേക്ക് ആഞ്ഞൊരു അടി അടിച്ചു. ക്രിസ് മാസ്റ്റേഴ്സിന്റെ പുറം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ടേൺ ബക്കിളിലായിരുന്നു. പക്ഷെ അപ്പോഴും ക്രിസ് മാസ്റ്റേഴ്സ് തന്റെ ലോക്ക് വിട്ടിട്ടില്ലായിരുന്നു. പക്ഷെ സീന തന്റെ ഫുൾ പവറും എടുത്തുകൊണ്ട് റഫറിയുടെ മേലേക്ക് ഒരൊന്നൊന്നര ഇടിയിടുകയുണ്ടായി. അതോടുകൂടി റഫറിയുടെ ബോധം പോയി, ക്രിസ് മാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ലോക്കും പോയി. ആദ്യമായി ക്രിസ് മാസ്റ്റേഴ്സിന്റെ ലോക്ക് പൊട്ടിക്കാൻ വേണ്ടി ജോൺ സീനക്ക് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ജോൺ സീന ക്രിസ് മാസ്റ്റേഴ്സിനെ സെയിം ലോക്ക് ചെയ്യുകയുണ്ടായി. അതോടുകൂടി ക്രിസ് മാസ്റ്റേഴ്സിന്റെ ബോധം പോയി, മാസ്റ്റേഴ്സ് തോറ്റു, ജോൺ സീന വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ആ ഒരു മാച്ച് വിജയിച്ചു നിൽക്കുന്ന സീനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഉമാഗയായിരുന്നു. അപ്പോൾ തന്നെ ജോൺ സീനയും ഉമാഗയും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുകയുണ്ടായി. റഫറിമാരും സെക്യൂരിറ്റികളും എല്ലാവരും അവിടേക്ക് വന്ന് ഇവരെ രണ്ടുപേരെയും മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴേക്കും സീനയും ഉമാഗയും റിംഗ് സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചും ഇവർ തമ്മിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുകയുണ്ടായി. ജോൺ സീനയെ എടുത്ത് അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് എറിഞ്ഞ് അവിടേക്ക് ഓടിച്ചാടി പോകുന്ന ഉമാഗയെ നമ്മൾ കണ്ടു. രണ്ടുപേരും കൂടി വീണ്ടും റിംഗ് സൈഡിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് വരുന്ന എല്ലാ സെക്യൂരിറ്റികളെയും റഫറികളെയും അറ്റാക്ക്
ചെയ്യുകയായിരുന്നു ചെയ്തത്. 2012 ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള ആ ഒരു ബ്രോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയുള്ള ഒരു കിടിലൻ ബ്രോളായിരുന്നു ഉമാഗ വേഴ്സസ് ജോൺ സീന തമ്മിൽ ഈ ഒരു 2006 കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള റോ എപ്പിസോഡിൽ ജോൺ സീന റിങ്ങിലേക്ക് വരികയുണ്ടായി. സീന വന്നപ്പോൾ തന്നെ അർമാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഉമാഗയുടെ കൂടെ വരുന്ന ആ ഒരു വ്യക്തിയും വരുന്നു. ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സിഗരറ്റ് ആയിരുന്നു, അതും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സിഗരറ്റ്. അത് ജോൺ സീന പൊട്ടിച്ച് കളയുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡയമണ്ടിന്റെ വാച്ച് കൊടുക്കുകയുണ്ടായി, അതും ജോൺ സീന പൊടിച്ചു കളയുകയുണ്ടായി. അതിനുശേഷം കുറച്ച് പണം കൊടുക്കുകയുണ്ടായി. സീന അതും ഒഴിവാക്കി. അപ്പോൾ തന്നെ അർമാൻഡോയും സീനയും തമ്മിലുള്ള ഒരു മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തു. സീന അദ്ദേഹത്തെ നന്നായി അറ്റാക്ക് ചെയ്തു. ഏറ്റവും അവസാനം ഒരു FU കൊടുത്തുകൊണ്ട് ജോൺ സീന ആ ഒരു മാച്ച് വിജയിച്ചു. സീന വിജയിച്ചു കഴിഞ്ഞിട്ടും വിട്ടില്ല. അർമാൻഡോക്ക് ഇട്ട് STFU എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ സീനയുടെ സബ്മിഷൻ മൂവ് സീന ചെയ്തു. അപ്പോൾ ജോണി നൈട്രോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം ജോൺ മോറിസൺ വന്നുകൊണ്ട് സീനയെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. പിന്നീട് നടന്നത് ജോൺ സീന വേഴ്സസ് ജോണി നൈട്രോ തമ്മിലുള്ള ഒരു മാച്ച് ആയിരുന്നു. അതിൽ ഏറ്റവും അവസാനം ഒരു FU ചെയ്തുകൊണ്ട് ജോൺ സീന തന്നെ വിജയിച്ചു. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡിൽ ജോൺ സീന വേഴ്സസ് കെവിൻ ഫെഡറലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തമ്മിലുള്ള മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കെവിൻ ഫെഡറലൈൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലോഗൻ പോൾ വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ അന്ന് WWE വന്നിട്ടുണ്ടായിരുന്ന ഒരു സെലിബ്രിറ്റി ആയിരുന്നു. അതായത് അദ്ദേഹം ഒരു ആക്ടറാണ്, ഒരു സിംഗറാണ്. ഈ ഒരു വ്യക്തിയും ജോൺ സീനയും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കെവിൻ എന്ന് പറയുന്ന വ്യക്തി വളരെ വില്ലനിസം കാണിച്ചിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു മാച്ച് ഞാനൊരു നോട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ജൊനാഥൻ കോച്ച്മാനോട് പറഞ്ഞിട്ട് ഈ ഒരു മാച്ച് നോട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് കെവിൻ പറഞ്ഞു. മാച്ച് തുടങ്ങേണ്ട സമയം കഴിഞ്ഞ് ഒരുപാട് നേരമായിട്ട് മാച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു. കെവിൻ ആ ഒരു മാച്ച് ലാഗാക്കി കൊണ്ടുപോകുന്നതായിരുന്നു നമ്മൾ കണ്ടത്. കെവിൻ്റെ കൂടെ ജോണി നൈട്രോയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവസാനം ഒരു ഹെൽമെറ്റ് എല്ലാം തന്നെ ധരിച്ചുകൊണ്ട് ബോക്സിങ്ങിന് ഇറങ്ങുന്നത് പോലെ കെവിൻ വരികയുണ്ടായി. എന്നിട്ട് അദ്ദേഹം വീണ്ടും തിരിച്ചു പോവുകയുണ്ടായി. ജോണി നൈട്രോ കെവിന് ഒരു ചെയർ കൊടുത്തു. ആ ഒരു ചെയറിൽ ജോൺസിനെ വന്നിരുന്ന് മാസ്റ്റർ ലോക്കിന് താൻ എങ്ങനെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇരിക്കുകയുണ്ടായി. എന്നാൽ കെവിനുണ്ടോ മാസ്റ്റർ ലോക്ക് പോയിട്ട് ഒരു പൊടി ലോക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നു, അതും ജോൺസിനെ പൊട്ടിച്ചുകൊണ്ട് കെവിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ തന്നെ ജോണി നൈട്രോ ഇന്റർഫിയർ ചെയ്ത് വരികയുണ്ടായി. നൈട്രോ കിട്ട് നന്നായിട്ട് കൊടുത്തു. ജോണി നൈട്രോയെ അറ്റാക്ക് ചെയ്ത് നോക്കി നിൽക്കുന്ന സമയത്ത് കെവിൻ ഫെഡറലൈൻ്റെ വക ഒരു ലോ ബ്ലോ ആയിരുന്നു ജോൺസിനൊക്കെ കിട്ടിയത്. എന്നാലും ജോൺസിനെ വിട്ടുകൊടുത്തില്ല. സീന എടുത്ത് കെവിൻ ഫെഡറലൈനെ ഒരു FU ചെയ്യുകയുണ്ടായി. FU ചെയ്ത ഉടനെ തന്നെ ഉമാഗ വന്ന് ഈ ഒരു മാച്ചിൽ ഇന്റർഫിയർ ചെയ്തു. അർമാൻഡോയുടെ കൂടെയായിരുന്നു ഉമാഗ വന്നിട്ടുണ്ടായിരുന്നത്. ജോൺ സീനയെ നന്നായിട്ട് പൊതിരെ തല്ലുകയുണ്ടായി. തല്ലുന്ന സമയത്ത് അർമാൻഡോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ്, അതായത് ജോൺ സീനയുടെ WWE ചാമ്പ്യൻഷിപ്പിന്റെ ബെൽറ്റ് എടുത്ത് കൊടുക്കുകയുണ്ടായി. ഇത് വെച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഉമാഗ ആ ഒരു ബെൽറ്റ് ഉപയോഗിച്ച് ജോൺ സീനയുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കുകയുണ്ടായി. എന്നിട്ട് See you Sunday സീന എന്ന് പറയുകയുണ്ടായി. ഞായറാഴ്ച കാണാം സീന എന്നുള്ളത്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കെവിൻ ഫെഡറലൈൻ ജോൺ സീനയെ പിൻ ചെയ്ത് ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. അങ്ങനെ അതേ റോ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം മെയിൻ ഇവന്റ് വരികയുണ്ടായി. ജോൺ സീന ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഉമാഗ, ജൊനാഥൻ കോച്ച്മാൻ, ജോണി നൈട്രോ, അതുപോലെ അർമാൻഡോ ഇവർക്ക് 4 പേർക്കെതിരെയും മത്സരിക്കുകയുണ്ടായി. പക്ഷേ അന്നത്തെ സീനയുടെ പവർ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇവർക്ക് 4 പേർക്കെതിരെയും നല്ല കിടിക്കാച്ച് പെർഫോമൻസ് ആയിരുന്നു സീന നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ഉമാഗയെ ഒരു STFU ജോൺ സീന ചെയ്തു. അതേസമയം അർമാൻഡോ സീനയെ ഒരു ചെയർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അതേ ചെയർ ഉപയോഗിച്ച് ഉമാഗയുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുകയുണ്ടായി ജോൺ സീന. എന്നിട്ട് ജോൺ മോറിസനെ ഒരു FU ചെയ്യുകയുണ്ടായി. ജൊനാഥൻ കോച്ച്മാനും കിട്ടി FU. അതും കഴിഞ്ഞ് അനൗൺസർ ടേബിളിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന കെവിൻ ഫെഡറലൈനെ എടുത്ത് റിങ്ങിലേക്ക് കൊണ്ടുവന്നു. അയാൾക്കിട്ടും കൊടുത്തു ഒരു FU. എന്നിട്ട് ന്യൂ ഇയേഴ്സ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പേപ്പർ വ്യൂവിൽ കാണാമെന്ന് സീന ഉമാഗയോട് പറയുകയുണ്ടായി. അങ്ങനെ 2007 ന്യൂ ഇയേഴ്സ് റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂ എത്തുകയുണ്ടായി. ജോൺ സീന വേഴ്സസ് ഉമാഗ തമ്മിലുള്ള മാച്ച്, WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച്. ഉമാഗ ഇതുവരെ ഒരൊറ്റ മാച്ചിൽ പോലും തോറ്റിട്ടില്ല. അദ്ദേഹത്തെ ഇതുവരെ ആരും പിൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഇതുവരെ ആരും സബ്മിഷൻ മൂവിലൂടെയും തോൽപ്പിച്ചിട്ടില്ല. ജോൺ സീന തോൽപ്പിച്ചു കഴിഞ്ഞാൽ സീനയായിരിക്കും ആദ്യമായി ഉമാഗയെ തോൽപ്പിച്ച വ്യക്തി. ജോൺ സീനയെ ഉമാഗ തോൽപ്പിച്ചു കഴിഞ്ഞാൽ WWE ചാമ്പ്യനായിട്ട് ഉമാഗ മാറും. അങ്ങനെ ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ഉമാഗയുടെ മുഖമെടുത്ത് ടേൺ ബക്കിളിന്റെ മുകളിൽ അടുപ്പിച്ച് ജോൺ സീന തന്റെ അവസാന മൂവുകൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഉമാഗയെ എടുത്ത് FU ചെയ്യാൻ വേണ്ടി നോക്കി. ജോൺ സീനക്ക് അത് കഴിഞ്ഞില്ല. കാരണം ജോൺ സീനക്ക് ഉമാഗയെ പൊങ്ങുന്നില്ലായിരുന്നു. അപ്പോഴേക്കും ഉമാഗ സീനയെ ഒരു കോർണറിൽ ഇരുത്തിക്കൊണ്ട് തന്റെ ഓടി വന്നിട്ടുള്ള ആ ഒരു ചാട്ടം ചാടാൻ വേണ്ടി നോക്കി. പക്ഷെ അതേസമയം ജോൺ സീന പുറകിലൂടെ വന്ന് ഒരു റോളപ്പിനിലൂടെ ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. അതെ, ആദ്യമായി ഉമാഗ ഒരു മാച്ചിൽ തോറ്റിരിക്കുന്നു. പക്ഷെ അതൊരു റോളപ്പിൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കരിയറിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. WWEയിൽ അൺഡിഫീറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഉമാഗയുടെ ആദ്യ തോൽവി ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയും ഇതുപോലെയുള്ള കിടിലൻ കഥകളുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.